കേരള രാഷ്ട്രീയത്തിൽ ശുദ്ധീകരണം കൊണ്ടുവരണം എന്നിട്ട് ഇന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത്. ഇത് പറയുമ്പോഴാണ് ഒരാഴ്ച 10 ദിവസം മുമ്പേ മനസ്സിലാവുന്നത് ദേവസ്വം ബോർഡിൻ്റെ ശുദ്ധീകരണം ഇവിടെ നടക്കണം. പിന്നെ ഇന്നലെ മനസ്സിലായി മാധ്യമ ശുദ്ധീകരണം ഇവിടെ കുറച്ച് നടക്കണം. എന്തെങ്കിലും ഒരു ഇഷ്യൂ നമ്മൾ ശരിക്കും ഒരു പ്രിൻസിപ്പിളിലായിട്ട് ഒരു ഫൈറ്റ് ചെയ്താൽ ഇങ്ങനത്തെ ഓരോരോ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് വരും. ഞാൻ എന്താണ് പറയുന്നത്, ഈ മതേതരത്വത്തിനെ കുറിച്ച് പറയാൻ ഇവിടെ ജമാഅത്തെ ഇസ്ലാമി SDPI ഇറങ്ങണ്ട, അവർക്ക് പിന്തുണ കൊടുക്കുന്ന കോൺഗ്രസും CPM ഞങ്ങളെ പഠിപ്പിക്കണ്ട പറയുമ്പോൾ ഇങ്ങനെ വരും, ഓരോരോ ആൾക്കാർ ഇങ്ങനെ വരും അതിനെ വിമർശിക്കാൻ. അത് നോ ഇഷ്യൂ. രണ്ടാമത്തത് നോക്കൂ, നുണ പറഞ്ഞ് രാഷ്ട്രീയം ചെയ്യാനും ഇവിടെ രാഷ്ട്രീയക്കാരുമുണ്ട്. ഇന്നലെ മുതൽ എനിക്ക് മനസ്സിലായത് ചില ക്രിമിനൽ എലിമെൻസും മാധ്യമ മേഖലയിൽ കയറിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യും, അത്രേ ഉള്ളൂ. അവസാനം എനിക്ക് പറയാനുള്ളത് ഒന്നാണ്, നമ്മൾ ശബരിമല സ്വർണ്ണക്കൊള്ളകൾ അതിനെക്കുറിച്ച് കേട്ടു, എക്സാലോജിക്കിനെ പറ്റി കേട്ടു, മെസ്സി സ്കാമിനെ പറ്റി കേട്ടു. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ രാഷ്ട്രീയം ശുദ്ധീകരിക്കാൻ ആണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അത് പൂർത്തീകരിച്ചിട്ട് മാത്രമേ ഞാൻ ഇവിടുന്ന് പോകുള്ളൂ എന്ന് ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞതാണ്. അതിൻ്റെ ഒപ്പം ദേവസ്വം ബോർഡ് ദല്ലാൽമാരെയും ശുദ്ധീകരിക്കണമെങ്കിൽ അത് ഞാൻ ചെയ്യാൻ തയ്യാറാണ്, BJP ചെയ്യാൻ തയ്യാറാണ്. അതിനൊപ്പം മാധ്യമ ദല്ലാൽമാർ അങ്ങനെ ഉണ്ടെങ്കിൽ, സ്കാമിൽപ്പെട്ട മാധ്യമ ദല്ലാൽമാരുണ്ടെങ്കിൽ ആ ശുദ്ധീകരണവും ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. നമസ്കാരം.